ശബരിമല സ്വർണ്ണ മോഷണത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മുൻ തിരുവാഭരണം കമ്മീഷണർ കെ.എസ്. ബൈജുവിനും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ബി. സുധീഷ് കുമാർ എന്നിവർക്കുമെതിരെയാണ് നടപടിക്ക് സാധ്യത. ഇന്ന് ചേരുന്ന ബോർഡ് യോഗം തീരുമാനമെടുക്കും. വിരമിച്ച ഇവരുടെ പെൻഷൻ തടഞ്ഞു വെക്കാനാണ് നീക്കം. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ അതേസമയം നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമായേക്കും. സഭാസ്തംഭനം തുടരുന്നതിനിടെ സ്പീക്കറുടെ അധ്യക്ഷതയിൽ ഇന്ന് നിയമസഭയുടെ കാര്യോപദേശക സമിതി യോഗം ചേരും. ശബരിമല മോഷണത്തിൽ ബിജെപിയുടെ ക്ലിഫ് ഹൗസ് മാർച്ച് ഇന്ന് നടക്കുന്നുണ്ട്. ഒപ്പം സ്വർണ്ണമോഷണ വിവാദത്തിൽ പദയാത്ര നടത്താനാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. ചെങ്ങന്നൂർ മുതൽ പന്തളം വരെയാണ് പദയാത്ര. വിവരങ്ങളുമായി TG സജിത്താണ് നമുക്കൊപ്പം ചേരുന്നത്. സജിത്ത്, ഇതിപ്പോൾ നിരവധി വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വരാൻ പോകുന്ന നടപടി, പിന്നെ സഭയിൽ ഈ വിഷയം വീണ്ടും പ്രക്ഷുബ്ധമാകും, ചർച്ചാ വിഷയമാകുന്ന സാഹചര്യം. മറ്റൊന്ന്, ഈ UDFന്റെയും BJPയുടെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധം. നമുക്ക് ഓരോന്നും വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ നടപടിയിലേക്ക് എത്തിയാൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്ന ഈ ബോർഡ് യോഗത്തിനൊടുവിൽ, അല്ലെങ്കിൽ ആ ബോർഡ് യോഗത്തിലെടുത്ത തീരുമാനം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം നടപടി എന്ന തരത്തിലാണ്. ആദ്യ പടിയായിട്ടുള്ള നടപടി ഇന്നലെ തന്നെ വന്നു കഴിഞ്ഞതാണ്. അതിനുശേഷം മറ്റ് 2 ഉദ്യോഗസ്ഥർക്ക് കൂടി എതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. ഇന്ന് അത് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഈ ബോർഡ് യോഗത്തിന് ശേഷം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ആര്യ, ഗുഡ് മോർണിംഗ്. ഈ ശബരിമല വിഷയം തന്നെയായിരിക്കും ഇന്നത്തെ ദിവസത്തെയും വാർത്താ ദിനത്തെ നിശ്ചയിക്കുക. ദിവസത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ചർച്ചയാവുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്താ വിഷയവും ശബരിമല തന്നെയായിരിക്കും. നിയമസഭയിൽ തന്നെയാവും ഒരുപക്ഷെ ഇതിൻ്റെ തുടക്കമുണ്ടാവുക. 9 മണിക്ക് നിയമസഭ ചേരുമ്പോൾ പ്രതിപക്ഷം പതിവ് പോലെ കഴിഞ്ഞ 2 ദിവസങ്ങളിലും കണ്ടതുപോലെ ശബരിമല വിഷയം തന്നെ അവർ ഉന്നയിക്കുന്നത് നേരത്തെ അവർ ചോദ്യോത്തര വേളയ്ക്ക് പോലും പ്രതിപക്ഷം വഴങ്ങുന്നില്ല. അവർ ശക്തമായ നീക്കം നടത്തുകയാണ്. സഭാതലത്തിന് തുടക്കത്തിൽ തന്നെ പ്ലക്കാർഡുകളും ബാനറുകളുമായി സർക്കാരിനെതിരെ, ദേവസ്വം ബോർഡിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. സമാനമായ നീക്കം തന്നെയായിരിക്കും ഇന്നത്തെ ദിവസവും നമുക്ക് കാണാനാവുക. പക്ഷേ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുള്ളത്, ഇന്ന് രാവിലെ 8:30 നിയമസഭയിൽ കക്ഷി നേതാക്കളുടെ യോഗം സ്പീക്കർ വിളിച്ചിട്ടുണ്ട്. ഈ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ ഒരു പക്ഷേ പ്രതിപക്ഷം അനുനയപ്പെട്ടേക്കുമോ, പുതിയൊരു സാധ്യത ഉണ്ടാകുമോ, സഭാ നടപടികൾ സ്തംഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം, ഇതാണ് സ്പീക്കറുടെ ഈ നീക്കത്തിൻ്റെ ലക്ഷ്യം. ആ നീക്കം ഫലം കാണുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ ചോദ്യോത്തര വേളയ്ക്ക് വഴങ്ങിക്കൊടുത്താൽ പോലും പ്രതിപക്ഷം പക്ഷേ ഈ ശബരിമല വിഷയം വീണ്ടും ഉന്നയിക്കാനാണ് സാധ്യത. അടിയന്തര പ്രമേയ നോട്ടീസ്, അതായത് റൂൾ 50 നോട്ടീസായി ഉന്നയിക്കപ്പെടുമോ? അങ്ങനെയെങ്കിൽ അതിന് എന്തായിരിക്കും സർക്കാരിൻ്റെ മറുപടി എന്നതും പ്രസക്തമായ കാര്യമാണ്. എന്തായാലും ഇത്തരം നോട്ടീസ് വന്നാൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് ഉറപ്പാണ്. ഞങ്ങൾ തയ്യാറാണ് എന്ന നിലപാട് ഇവർ പലവട്ടം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും സഭയിൽ ഇന്ന് ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തുടർ ചർച്ചകളിലേക്ക് വരിക തന്നെ ചെയ്യും. ഇതിനിടയിലാണ് ദേവസ്വം ബോർഡിൻ്റെ തുടർ നടപടികളിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ നടപടിയെടുത്തത് അന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഉദ്യോഗസ്ഥനെതിരെയാണ്. പക്ഷേ 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, തിരുവാഭരണം കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരായ തുടർ നടപടികളും ഇന്ന് ഉണ്ടാകുമെന്നാണ് സാഹചര്യം. ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതരമായ പിഴവ് പറ്റി എന്ന വിലയിരുത്തൽ തന്നെയാണ് ദേവസ്വം ബോർഡ്. ഇന്ന് അതിൻ്റെ ആ നടപടികളുടെ തുടർച്ച ഉണ്ടാകുന്നു എന്ന മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ആ തീരുമാനം കൂടി ഇന്നത്തെ പകൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. നിയമസഭയ്ക്ക് പുറത്തേക്ക് വന്നാൽ ഇത് വലിയ രാഷ്ട്രീയ ആയുധമാണ്. ഇന്ന് പ്രത്യേകിച്ച് BJP ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രിക്കെതിരെ വലിയ നീക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ക്ലിഫ് ഹൗസ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നീക്കങ്ങൾ ഇന്നത്തെ പകൽ നമുക്ക് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരത്തെ നിർണായകമാക്കുന്ന ഒരു ദിവസമായി ഇത് മാറുക തന്നെ ചെയ്യുകയും ചെയ്യും. UDF ഇന്നലെ ചേർന്ന UDF യോഗവും ഇത് നിയമസഭയ്ക്ക് പുറത്തേക്ക്, കാരണം നിയമസഭ തീരാൻ പോവുകയാണ്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞാലും പ്രതിപക്ഷത്തിന് ഈ വിഷയം സജീവമായി ഏറ്റെടുത്തേ മതിയാവും. അതുകൊണ്ട് അത് വലിയ നീക്കമായി വരുന്നു. കോൺഗ്രസ് സമാന്തരമായ യാത്രകൾ സംഘടിപ്പിച്ച് പന്തളത്ത് സംഗമിച്ച് വലിയ പ്രതിഷേധ പരിപാടിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ നീക്കം സ്വാഭാവികമായും ഉണ്ടാകുക തന്നെ ചെയ്യും. അങ്ങനെ UDF ക്യാമ്പയിൻ കൂടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. സജിത, ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തതാണ്. അതായത് സർക്കാരും ദേവസ്വം ബോർഡും എല്ലാം ഒരേ സ്വരത്തിൽ മറുപടി പറയേണ്ട ഈ വിഷയത്തിൽ പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നടപടികൾ ഒതുങ്ങിപ്പോകുമോ എന്നുള്ള ഒരു വലിയ ചർച്ച കൂടി ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിപ്പോൾ 3 ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നടപടി വരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണുള്ളത്. ഇന്നലെ തന്നെ ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. ഇന്ന് 2 പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. ഔദ്യോഗികമായ സ്ഥിരീകരണം ആ വിഷയത്തിൽ വരണം, അതായത് പ്രഖ്യാപനം വരണം. പക്ഷേ അപ്പോഴും ഈ 3 ഉദ്യോഗസ്ഥർ
ഇവർക്ക് ഉള്ളിൽ മാത്രം നടപടി ഒതുക്കിക്കൊണ്ട് ഈ വിഷയം ഒതുക്കാനാണോ ഇപ്പോഴും ദേവസ്വം ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും വിഷയത്തെ നിലപാട് 2019 നടപടിക്രമങ്ങളിൽ ചില പിഴവുകൾ പറ്റിയെന്ന കാര്യമാണ്. അതവർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സർക്കാരും ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കോൺഫിഡൻസ് എന്നത് ഈ അന്വേഷണത്തിൻ്റെ തുടർച്ചയിൽ തങ്ങളുടെ നിലപാട് അംഗീകരിക്കപ്പെടും എന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ ഉദ്യോഗസ്ഥതല വീഴ്ചയിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കൂടുതൽ നടപടിയെടുത്ത് മുന്നോട്ട് പോവേണ്ടി വരില്ല എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ നിലപാടാണ്. അതാണ് ഇന്നലത്തെ നടപടികൾക്ക് തുടർച്ചയായി ഇന്നും ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയിലേക്ക് തന്നെ ആലോചനകൾ നടക്കുന്നതിൻ്റെ കാരണം. അതിനപ്പുറത്തേക്ക് കൂടുതൽ നീക്കങ്ങൾ വേണ്ടി വരില്ല എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു കോൺഫിഡൻസ്. പക്ഷേ അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് അറിയേണ്ടത്. എന്തായാലും അന്വേഷണം നിർണായകമാണ്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് സമാന്തരമായി കോടതിയും ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘവും നടത്തുന്ന അന്വേഷണം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കേസുകളിലൊക്കെ നിർണായകമാവുന്നത് ഇതിൻ്റെ പുതിയ തെളിവുകൾ പുറത്തു വരുമോ എന്ന കാര്യമാണ്. ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയിൽ മാത്രം ഈ വിഷയങ്ങൾ കൊണ്ടുപോവുക എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ നിലവിലെ നീക്കം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് രാഷ്ട്രീയ സമ്മർദ്ദമായി മാറുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ്. പക്ഷേ സർക്കാർ ഇപ്പോഴും ആവർത്തിക്കുന്നു, ഇത് ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന കാര്യമാണ്. പക്ഷേ ദുരൂഹമാണ് പല ഇടപാടുകളും. സജിത, അതാണ് കൂടുതൽ തെളിവുകൾ ഈ വിഷയത്തിൽ പുറത്തേക്ക് വരുമോ, കൂടുതൽ പേരുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തേക്ക് വരുമോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഒരു ട്വിസ്റ്റ് തന്നെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. സംസ്ഥാനത്തെ ഒരു കോടീശ്വരന് ഈ സ്വർണ്ണപ്പാളി വിറ്റു എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇന്ന് നോക്കിക്കാണണ്ടേ? പ്രതിപക്ഷം സ്വാഭാവികമായ രാഷ്ട്രീയ നീക്കം നടത്തും. അത് ഇന്നലെ കണ്ടതാണ്. അതിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവും. അതിന് കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങളും കടുത്ത പ്രസ്താവനകളും ഇന്നും തുടരും. ഒരു സംശയവുമില്ല കാര്യത്തിൽ. അത് പ്രതിപക്ഷ നേതാവട്ടെ മറ്റ് നേതാക്കളാവട്ടെ അവരിൽ നിന്നൊക്കെ അത്തരം പ്രസ്താവനകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. സർക്കാരിനെതിരെ കടന്നാക്രമിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധം എന്നതാണ് ഈ ശബരിമല വിഷയത്തിൻ്റെ ഒരു മൂർച്ച അവർ കാണുന്നത്. കാരണം ശബരിമല സംസ്ഥാനത്ത് പല തെരഞ്ഞെടുപ്പുകളിലും ചർച്ചയായിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതുക്കൽ വീണ്ടും ഇത്തരം ഒരു വിഷയം കൈ കിട്ടുമ്പോൾ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെയാണ് നീക്കം. നേരത്തെ അയ്യപ്പ സംഗമമൊക്കെ സർക്കാർ നടത്തുന്നു. സമാന്തരമായ മറ്റൊരു നീക്കം സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അവിടെയൊക്കെ കാഴ്ചക്കാരായി നിൽക്കേണ്ടി വന്നതാണ് UDF-ന്. പക്ഷേ ഇപ്പോൾ ഈ ആയുധം അത് പരമാവധി പ്രയോഗിക്കുക തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സ്വർണ്ണപ്പാളി വിവാദം. അത് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും ഒരേപോലെ പൊള്ളിക്കുന്നുണ്ട്, വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. അതേസമയം തന്നെ UDF-ഉം BJP-യും എന്തായാലും UDF-ന്റെയും BJP-യുടെയും പ്രതിഷേധ മാർച്ച് ഇന്നത്തെ ദിവസം നടക്കുന്നുണ്ട്. 2 ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്ന ദിവസം കൂടിയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ വിഷയത്തിൽ സഭ ഇന്നും സ്തംഭിപ്പിക്കാൻ തന്നെയാകും പ്രതിപക്ഷത്തിന്റെ നീക്കം. TG സജിത്താണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.